യെസ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം SIT അതിന്റെ കുരുക്കഴിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. യെസ്, എന്തായാലും ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകും. ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ SIT വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ പത്മകുമാറിനെയും N വാസുവിനെയും വൈകാതെ സംഘം ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സിജോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കുരുക്കഴിക്കാൻ തന്നെയാണ് SIT സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ പത്മകുമാറിനെയും N വാസുവിനെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യാനാണോ നീക്കം? അധികം വൈകാതെ പത്മകുമാറിലേക്കും N വാസുവിലേക്കും എത്തും. N വാസുവിനെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കും. കഴിഞ്ഞ ദിവസം വാസുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പരിശോധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കുകയാണ്. എന്നാൽ വാസു പറയുന്നത് തനിക്ക് ഇക്കാര്യത്തിൽ കാര്യമായ പങ്കില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ തന്ന രേഖകളിൽ താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ അത് അറിയാതെയാണ് ഒപ്പിട്ടതെന്നെങ്കിൽ പിന്നീട് വാസുവിനെതിരെ വന്നേക്കുന്ന ഒരു ആരോപണമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസുവിന് അന്നത്തെ സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുന്നുണ്ട്. ആ മെയിൽ അയക്കുന്ന സമയത്ത് അതിൻ്റെ തുടർ നടപടികൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് വാസുവാണ്. ഈ ശബരിമലയിൽ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ഇങ്ങനെ കൈകാര്യം ചെയ്ത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ടാണ് N വാസുവിനെ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇനി ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാനുള്ളത് പത്മകുമാറിനെ തന്നെയാണ്. പത്മകുമാറിനെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ഇതിൽ KS ബൈജുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് KS ബൈജുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ രാത്രിയും വൈകി ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബൈജുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം പോകുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാകുകയും ചെയ്യുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് ഏകദേശ ധാരണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാനുള്ളത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവരെയും എന്തായാലും വൈകാതെ തന്നെ ചോദ്യം ചെയ്യും. അതിലൂടെ തന്നെ ഇതൊരു ചുരുളഴിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇന്ന് ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങുകയാണെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മുരാരി ബാബുവിൻ്റെയും കസ്റ്റഡി അപേക്ഷയുണ്ട്. അങ്ങനെ മുരാരി ബാബു, ബൈജു, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുക. ആ ഒരു കണക്കുകൂട്ടലിലൂടെയാണ് ഈ SIT നീങ്ങുകയും ചെയ്യുന്നത്.